ഹലോ എവരിവൺ. ഞാൻ ഇന്ന് വൈകിട്ട് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇത് ഇരക്കടവ് പാലമാണ്. ഇവിടെ ആറ്റിലെ പോള കെട്ടിക്കിടക്കുകയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണം, നമ്മുടെ കൃഷിയിടങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കണ്ടങ്ങളിലൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുമല്ലോ. പണ്ട് ചാണകമൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കെമിക്കൽസ് വന്നു തുടങ്ങിയിട്ട് ഇപ്പം ഒരു 50 വർഷത്തോളമായി വ്യാപകമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഈ കെമിക്കൽ കണ്ടത്തിൽ നിന്ന് ഇതുപോലെ വെള്ളത്തിലൂടെ ചെല്ലും. ആ വെള്ളത്തിൽ ചെന്ന് കഴിയുമ്പം ഈ പോളയൊക്കെ ഇത്രയും വലുതാകുന്നതിൻ്റെ കാരണം യൂറിയയും അങ്ങനെയുള്ള കാര്യങ്ങളും കെമിക്കൽസൊക്കെ എല്ലാം കൂടുതൽ വരുന്നതുകൊണ്ടാണ്. നമ്മൾ കൃഷിയിടത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അവിടെ നിൽക്കത്തില്ല. അവിടെ നിന്ന് വെള്ളമാണല്ലോ ഒഴുകി മറ്റ് സ്ഥലങ്ങളിലേക്ക് വരും. ഇനി ഇങ്ങനെ പോള കെട്ടി കിടന്നാലുള്ള പ്രശ്നം, ഇത് ഗതാഗത തടസ്സം ഉണ്ടാകും. വള്ളങ്ങൾ, ബോട്ട് ഒന്നും സഞ്ചരിക്കാൻ പറ്റാതാവും. പിന്നെ മത്സ്യസമ്പത്തിനെ ബാധിക്കും. പിന്നെ ഇത് ഇനി പോള വാരി മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ചിലവുമാണ്, എക്സ്പെൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ടുള്ള നമ്മൾ കൃഷി എല്ലാം കറക്റ്റ് ചെയ്യണം. പക്ഷേ അത് വളരെ പാടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ അറിയണം. ആ അറിവിന് വേണ്ടിയാണ് ഞാനിതിപ്പം ചെയ്യുന്നത് ഈ വീഡിയോ. അതുപോലെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ താഴെ കിടക്കുന്നതൊന്നും ഒഴുകി പോകുന്നില്ല, ഇട്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചെറിയുന്നത് പാടില്ല. പക്ഷേ എന്നാൽ പോലും ഒഴുക്കില്ലാത്തതുകൊണ്ട് ഒരു മൂവ്മെൻറ്റും ഇവിടെ നടക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിന് വഴി. അല്ലാതെ ഇതിനൊരു ഓപ്ഷനില്ല, വേറൊരു വഴി ഇല്ല യഥാർത്ഥത്തിൽ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.